ഹായ് വെൽക്കം ടു ടെക് കണ്ണൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മാക്ബുക്ക് എയറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ് ഞാൻ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാക്ബുക്ക് M1 അല്ല, ഇത് അതിന് മുമ്പുള്ള ഇൻറ്റൽ ടൈപ്പ് മാക്ബുക്കാണ്. ഇൻറ്റൽ പ്രോസസ്സറുള്ള മാക്ബുക്കാണ്. ഒരു 13.3 ഇഞ്ച് സൈസുള്ള മാക്ബുക്കാണ്. നമുക്ക് തുറന്നു കഴിയുമ്പോൾ തന്നെ കാണാം വളരെ നീറ്റായിട്ടുള്ള പാക്കിംഗ് ആണ്. സാധാരണ വിൻഡോസ് ലാപ്ടോപ്പുകൾ ജനറലി 50,000 താഴെ വരുന്നതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നീറ്റും ക്ലീനായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. അതിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടൊരു കവറുണ്ട്. ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ് ചെയ്യുക ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫുള്ളി അലൂമിനിയം ബിൽറ്റാണ്. ഇതിൻ്റെ ബോഡി അലൂമിനിയമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മാക് ലോഗോ ഇവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് ആ ലോഗോ വന്നിരിക്കുന്നത്. അത് തിളങ്ങാൻ മീൻസ് അത് ഇലൂമിനേറ്റ് ആവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അത് മാത്രം ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വന്നിരിക്കുന്നത്. പിന്നെ നല്ല സ്മൂത്ത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് വളരെ ക്ലീനാണ്. സാധാരണ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ള പോലെ കുറേ ഗ്യാപ്പോ എയർ ഹോൾസോ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫാൻ കാറ്റ് പോവുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയി. പക്ഷേ അതിൻ്റെ അടിയിലുണ്ട് അതിനൊരു ഓപ്ഷൻ. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുമ്പോൾ ചാർജർ മാത്രമേ ഉള്ളൂ. ചാർജറിന് ഒരു എക്സ്ട്രാ പ്ലഗ് ഉണ്ട്. പിന്നെ ചാർജിങ് കേബിളും നമ്മളുടെ ചാർജിങ് ബ്രിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്താലും നമുക്കൊരു പ്ലഗ് കാണാം. അപ്പോൾ ഈ എക്സ്ട്രാ പ്ലഗ് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ട്രാ പ്ലഗ് ഡയറക്റ്റ് ഇതിൻ്റെ ബ്രിക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഡയറക്റ്റ് ബ്രിക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിക്ക് അങ്ങനെ തന്നെ നമ്മുടെ പ്ലഗിലേക്ക് കുത്താം, സോക്കറ്റിലേക്ക് കുത്താം. അങ്ങനെ സോക്കറ്റിലേക്ക് കുത്തുമ്പോൾ നമുക്ക് നീളം കുറയ്ക്കാം. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ നീളം കുറച്ച് കൊണ്ടു നടക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് അതിനുള്ളത്. ഇനി നമുക്ക് സൈഡിലൊരു ബോക്സ് കാണാം. ഈ ബോക്സിൽ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറുമാണ്. വണ്ടിയുടെ അല്ല, നമ്മുടെ മാക്ബുക്കിൻ്റെ മാനുവലും അതിൻ്റെ പേപ്പേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാനുവൽ നമുക്ക് കിട്ടും. നമുക്കൊന്ന് തുറക്കാം. മാക്ബുക്ക് എയർ എന്നൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെ ബുക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ലീനായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഇത് നമ്മുടെ ആപ്പിളിൻ്റെ ലോഗോ, ആപ്പിളിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ അയച്ചു തരാം ആപ്പിളിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ആക്സസറീസായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത് ചാർജർ വരുന്നത് 45 വാട്ട്സിൻ്റെ മാഗ്സേഫ് ചാർജറാണ്, മാഗ്സേഫ് 2 ചാർജറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ്ട്രാ പ്ലഗ് നമുക്ക് ഡയറക്റ്റ് ബ്രിക്കിലേക്ക് കണക്ട് ചെയ്യാം. അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. കുറച്ചും കൂടി നീളം കുറച്ച് കുറയും. പിന്നെ തൂങ്ങിക്കിടക്കുന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിനൊരു ഓപ്ഷനായിട്ട് അവർ തന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് മാഗ്സേഫ് 2 ചാർജർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കണക്ടർ മാഗ്നറ്റിക് ആണ്. നമ്മുടെ കണക്ടർ ലാപ്ടോപ്പിൻ്റെ പോർട്ടിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് ചാടി പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആക്സസറീസ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന. വലിയ ആക്സസറീസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ചാർജർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇത് ഒരു 256 GB റാമാണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. SSD ആണ് വരുന്നത്. പിന്നെ 8 GB റാമും വരുന്നു. നിങ്ങൾക്ക് കാണാം വളരെ തിന്നും ലൈറ്റുമാണ്. ജസ്റ്റ് 1.3 കിലോസേ അതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ പോർട്സ്. ഇതിലിപ്പോൾ നമുക്ക് തണ്ടർബോൾട്ട്, USB, പിന്നെ അതിനൊരു കാർഡിൻ്റെ പോർട്ടുണ്ട്. പിന്നെ നമുക്ക് മാഗ്സേഫ് പോർട്ട് അപ്പുറ സൈഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ USB പോർട്ടുണ്ട്. ഒരു ഹെഡ്ഫോണിലുള്ള ജാക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ മാക്ബുക്കിനെ പറ്റി ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ വിശദമായിട്ട് ഒരു റിവ്യൂ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മാക്ബുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ മാക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഐഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ അവരുടെ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബിൽഡും നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസുമാണ്. അപ്പോൾ ഇനി എന്തായാലും ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു റിവ്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെക് കണ്ണൻ മലയാളം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.